ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. വികസിത് ഭാരത് റോസ്ഗാർ ആജീവിക മിഷൻ ബിൽ ലോക്സഭ പാസാക്കി. ആണവോർജ്ജ വിനിയോഗ ബില്ലിന്മേൽ രാജ്യസഭയിൽ ചർച്ച. കേരളത്തിൽ ദേശീയപാത നിർമ്മാണത്തിലെ അപകടങ്ങൾ ഒഴിവാക്കാൻ പില്ലറുകളിൽ തീർത്ത കോൺക്രീറ്റ് ഉയരപാതകൾ നിർമ്മിക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ സമയപരിധി നീട്ടണമെന്ന കേരളത്തിന്റെ ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീംകോടതി നിർദ്ദേശം. സംസ്ഥാനത്ത് SIR എന്യൂമറേഷൻ ഫോമുകളുടെ ഡിജിറ്റൈസേഷൻ 100% പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് നാളെ സമാപനം. ഓഡിയൻസ് പോൾ നാളെ ഉച്ചവരെ. അണ്ടർ 19 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ആദ്യ സെമിയിൽ നാളെ ഇന്ത്യ ശ്രീലങ്ക പോരാട്ടം. വാർത്തകൾ വിശദമായി. വികസിത് ഭാരത് റോസ്ഗാർ ആജീവിക മിഷൻ ബിൽ ലോക്സഭ പാസാക്കി. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം 2005 പകരമാണ് ഇത് നിലവിൽ വരുന്നത്. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ബില്ലിന്മേലുള്ള ചർച്ചയ്ക്ക് മറുപടി നൽകി. അതേസമയം ആണവോർജ്ജ വിനിയോഗ ബിൽ രാജ്യസഭ ചർച്ചയ്ക്കെടുത്തു. കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ആണ് ബിൽ അവതരിപ്പിച്ചത്. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം നാളെ അവസാനിക്കും. കേരളത്തിൽ ദേശീയപാത 66 മണ്ണ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള റീറ്റെയിനിംഗ് ഭിത്തിയോട് കൂടിയ ഉയരപാതയ്ക്ക് പകരം പില്ലറുകളിൽ തീർത്ത കോൺക്രീറ്റ് ഉയരപാതകൾ നിർമ്മിക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ലോക്സഭയിൽ NK പ്രേമചന്ദ്രൻ MPയുടെ ചോദ്യത്തിന് മറുപടിയായാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. Soil testing, it is to be important before constructing that wall. And Kerala soil is not permitting for that. And that is to be an engineering problem. So what he is telling to the House is correct. We are suggesting for making already elevated road there. And that is to be a costly solution. And that's the reason that we have taken the decision in the Kerala, particularly about the retaining wall. We will go for your suggestion and we will construct that. പില്ലറിൽ തീർത്ത ഉയരപാത എന്ന നിർദ്ദേശം പൂർണ്ണമായും അംഗീകരിക്കുന്നതായും കേന്ദ്രമന്ത്രി അറിയിച്ചു. ഒമാന്റെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ഒമാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. മസ്കറ്റിലെ ഇന്ത്യൻ സമൂഹത്തെയും വിദ്യാർത്ഥികളെയും മൈത്രി പർവ് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. വൈവിധ്യമാണ് ഇന്ത്യൻ സംസ്കാരത്തിന്റെ ശക്തിയെന്ന് അദ്ദേഹം പറഞ്ഞു. നേരത്തെ ഇന്ത്യ ഒമാൻ വ്യാപാര ഉച്ചകോടിയെയും ശ്രീ നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. ത്രിരാഷ്ട്ര സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഡൽഹിയിലേക്ക് മടങ്ങി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ സമയപരിധി നീട്ടണമെന്ന കേരളത്തിന്റെ ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കണമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീംകോടതിയുടെ നിർദ്ദേശം. കേരളം, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് തീരുമാനമെടുക്കാൻ കോടതി നിർദ്ദേശം നൽകി. ഹർജി ജനുവരി 6 സുപ്രീംകോടതി വീണ്ടും പരിഗണിക്കും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ എന്യൂമറേഷൻ ഫോമുകളുടെ ഡിജിറ്റൈസേഷൻ 100% പൂർത്തിയാക്കി. എന്യൂമറേഷൻ ഫോമുകളുടെ ശേഖരണം ഇന്ന് അവസാനിച്ചു. കരട് വോട്ടർ പട്ടികയിൽ സ്വന്തം പേരുണ്ടോ എന്ന് സമ്മതിദായകർ പരിശോധിക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. ഇന്ന് അർദ്ധരാത്രി 12 മണിയോട് കൂടി നമ്മുടെ എനുമറേഷൻ ഫേസ് പൂർത്തിയാവുകയാണ്. ഇന്ന് രാവിലെ 10 മണിയോട് കൂടി തന്നെ നമ്മുടെ 100% ഡിജിറ്റൈസേഷൻ കേരളത്തിൽ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഡ്രാഫ്റ്റ് റോള് നമ്മൾ 23 തീയതി ഡിസംബറാണ് പ്രസിദ്ധീകരിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു മാസം ക്ലെയിംസ് ആൻഡ് ഒബ്ജെക്ഷൻസിന് സമയമുണ്ടാവും. ആ സമയത്ത് വോട്ടേഴ്സിനും പിന്നെ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ BLAസിന് അവർക്ക് ക്ലെയിംസ് ആൻഡ് ഒബ്ജെക്ഷൻസ് കൊടുക്കാം. സ്ഥാനാർത്ഥികളുടെ മരണത്തെ തുടർന്ന് വോട്ടെടുപ്പ് മാറ്റിവെച്ച 3 തദ്ദേശ വാർഡുകളിൽ ജനുവരി 12 പ്രത്യേക തെരഞ്ഞെടുപ്പ് നടക്കും. ഈ മാസം 24 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. 26 സൂക്ഷ്മ പരിശോധന. സ്ഥാനാർത്ഥിത്വം ഡിസംബർ 29 വരെ പിൻവലിക്കാം. വോട്ടെണ്ണൽ ജനുവരി 13 നടക്കും. മലപ്പുറം പായിപ്പാടം, എറണാകുളം ഓണക്കൂർ, തിരുവനന്തപുരം വിഴിഞ്ഞം എന്നീ വാർഡുകളിലാണ് പ്രത്യേക തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഞായറാഴ്ച നടക്കും. ജില്ലാ പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും ജില്ലാ കളക്ടർമാരുടെയും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും വരണാധികാരികളുടെയും മുൻപാകെ മുതിർന്ന അംഗമാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുക. അധ്യക്ഷ, ഉപാധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ഈ മാസം 26, 27 തീയതികളിൽ നടക്കും. കണ്ണൂർ കോർപ്പറേഷൻ മേയറായി P. ഇന്ദിരയെ തിരഞ്ഞെടുത്തു. ഇന്ന് ചേർന്ന DCC യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത്. നിലവിൽ ഡെപ്യൂട്ടി മേയറായ P. ഇന്ദിര പയ്യാമ്പലം ഡിവിഷനിൽ നിന്ന് 48 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത്. കോഴിക്കോട് കോർപ്പറേഷൻ LDF മേയർ സ്ഥാനാർത്ഥിയായി O. സദാശിവനും ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായി S. ജയശ്രീയും മത്സരിക്കും. LDF ജില്ലാ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം.
തിരുവനന്തപുരം നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്ന് 200 കോടി രൂപ അടിയന്തരമായി പിൻവലിച്ച് സംസ്ഥാന ട്രഷറിയിലേക്ക് അടയ്ക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ് പ്രതിഷേധാർഹമാണെന്ന് BJP. ഒരു ഡിവിഷനിൽ കൂടി തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നിരിക്കുന്ന സന്ദർഭത്തിലാണ് സർക്കാരും കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരും ചേർന്ന് പണം മാറ്റാൻ ശ്രമിക്കുന്നതെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ് ആരോപിച്ചു. ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷയാണ് ജനാധിപത്യ രാജ്യത്തിന്റെ യഥാർത്ഥ കരുത്തെന്ന് മന്ത്രി V. ശിവൻകുട്ടി. ന്യൂനപക്ഷ അവകാശ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും മെച്ചപ്പെട്ട പഠനാന്തരീക്ഷം ഉറപ്പാക്കാനുമാണ് സർക്കാരിന്റെ ശ്രമമെന്നും ശ്രീ V. ശിവൻകുട്ടി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ്_TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാന സർക്കാരിന്റെ ലേബർ കോൺക്ലേവ് 2025 നാളെ തിരുവനന്തപുരത്ത് തുടക്കം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ തൊഴിൽ നിയമങ്ങൾ സംബന്ധിച്ച് കോൺക്ലേവ് ചർച്ച ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജിമാർ, അഡ്വക്കേറ്റ് ജനറൽ, ദേശീയ സംസ്ഥാന ട്രേഡ് യൂണിയൻ നേതാക്കൾ, നിയമവിദഗ്ധർ എന്നിവർ ചർച്ചകളിൽ പങ്കെടുക്കും. ഗ്രാമീണ മേഖലയിലെ കുടുംബങ്ങൾക്ക് 125 ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുന്നതിനുള്ള റോസ്ഗാർ ആജീവിക മിഷൻ ബില്ലിലൂടെ വേതനത്തിൽ കുറവ് വരില്ലെന്ന് പ്രതീക്ഷിക്കുന്നതായി കോഴിക്കോട് നിന്നുള്ള തൊഴിലുറപ്പ് തൊഴിലാളി പ്രേമ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. പണിയാണേന് തരക്കടില്ല, കൂലി കുറയരുത്. ഈ പണി മാത്രം ആശ്രയിച്ച് ജീവിക്കണവരുണ്ട്. അപ്പോൾ ഇത് നിർത്തലാക്കിയാലും പണി കുറഞ്ഞാലും ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നാട്ടില് പണിയും കുറവാണ്. ഇതോട് ജീവിക്കണവരുണ്ട്, കുറെ പുറത്ത് പണിക്ക് പോവാതെ ഇതിനായിട്ട് വരുന്നവരുണ്ട്. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലെ പുതിയ മന്ദിരം ഫെബ്രുവരി ആദ്യ വാരത്തോടെ പ്രവർത്തനം ആരംഭിക്കും. ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നേരിട്ട് വിലയിരുത്തി. 242.42 കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത്. 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് നാളെ സമാപനം. തിരുവനന്തപുരം നിശാഗന്ധിയിൽ വൈകിട്ടാണ് സമാപന ചടങ്ങ്. വിശദാംശങ്ങളിലേക്ക്. രാജ്യാന്തര ചലച്ചിത്രമേള സമാപിക്കാൻ ഒരു ദിവസം കൂടി ശേഷിക്കെ പ്രേക്ഷക പ്രീതി നേടിയ നിരവധി ചിത്രങ്ങളാണ് ഇന്ന് പ്രദർശിപ്പിക്കുന്നത്. ജാഫർ പനാഹി സംവിധാനം ചെയ്ത ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡന്റ്, അലൻ ജെ പകുല സംവിധാനം ചെയ്ത ക്ലാസിക് ചിത്രം ഓൾ ദി പ്രസിഡന്റ്സ് മെൻ, ഗാരിൻ നുഗ്രഹോ സംവിധാനം ചെയ്ത ഇന്തോനേഷ്യൻ മാസ്റ്റർ പീസ് സംസാര എന്നിവ പ്രദർശിപ്പിച്ചു. മലയാളം സിനിമ ടുഡേ വിഭാഗത്തിൽ ശേഷിപ്പ്, അന്യരുടെ ആകാശങ്ങൾ, സമസ്ത ലോക, മോഹം, ശവപ്പെട്ടി, ആംബ്രോസിയ, ചാവുകല്യാണം എന്നിവയാണ് പ്രദർശനത്തിനുള്ളത്. മികച്ച ചിത്രത്തിനുള്ള അവാർഡ് നിർണ്ണയിക്കാനുള്ള ഓഡിയൻസ് പോളിൽ പ്രേക്ഷകർക്ക് നാളെ ഉച്ചയ്ക്ക് 2 മണിവരെ വോട്ട് രേഖപ്പെടുത്താം. ന്യൂസ് ഡെസ്ക് ആകാശവാണി. അണ്ടർ-19 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ആദ്യ സെമിയിൽ ഇന്ത്യ നാളെ ശ്രീലങ്കയെ നേരിടും. ഇന്ത്യൻ സമയം രാവിലെ 10:30 ദുബായിലെ ICC അക്കാദമി ഗ്രൗണ്ടിലാണ് മത്സരം. രണ്ടാം സെമിയിൽ ബംഗ്ലാദേശും പാകിസ്ഥാനും ഏറ്റുമുട്ടും. ഈ മാസം 21 ഫൈനൽ. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക T20 പരമ്പരയിലെ 5ാമത്തെയും അവസാനത്തെയും മത്സരം നാളെ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കും. ഇന്നലെ നടക്കേണ്ടിയിരുന്ന 4ാം മത്സരം കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് ഉപേക്ഷിച്ചിരുന്നു. പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലാണ്. ക്രിസ്മസ് പുതുവത്സര തിരക്ക് നിയന്ത്രിക്കുന്നതിനായി ഇന്ത്യൻ റെയിൽവേ 9 സോണുകളിലായി 138 ട്രെയിനുകൾ പ്രത്യേക സർവീസുകൾ നടത്തും. ഇവയിൽ 650 ട്രിപ്പുകൾക്ക് റെയിൽവേ അനുമതി നൽകിയിട്ടുണ്ട്. വർദ്ധിച്ചു വരുന്ന സ്ത്രീധന ഗാർഹിക പീഡനങ്ങൾ തടയുന്നതിന് പ്രചാരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. ഇത് സംബന്ധിച്ച് വനിതാ ശിശു വികസന വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകി. സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും ശിക്ഷാർഹമാണെന്ന ബോർഡ് പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച പരാതിയിലാണ് ഉത്തരവ്. പാലക്കാട് മുണ്ടൂർ വേലിക്കാട് റോഡരികിൽ കാർ കത്തി ഒരാൾ മരിച്ചു. മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. റോഡരികിൽ കാർ കത്തുന്നത് കണ്ട നാട്ടുകാരും അഗ്നിരക്ഷാസേനയും എത്തി തീ അണയ്ക്കുകയായിരുന്നു. ഇടുക്കിയിൽ പച്ചക്കറി വണ്ടിയിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി യുവാവ് പിടിയിലായി. കാമാക്ഷി സ്വദേശി ബിനീഷ് ദേവിൽ നിന്ന് 10 ലക്ഷം രൂപയുടെ പുകയില ഉൽപ്പന്നങ്ങളാണ് കണ്ടെത്തിയത്. തമിഴ്നാട്ടിൽ നിന്നും പച്ചക്കറി എത്തിച്ച വാഹനത്തിന്റെ അടിഭാഗത്ത് 31 ചാക്കുകളിലായിട്ടാണ് പുകയില ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചിരുന്നത്. ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളോടനുബന്ധിച്ച് വീടുകളിലും മറ്റും വൈദ്യുത നക്ഷത്ര വിളക്കുകളും ദീപാലങ്കാരങ്ങളും ഒരുക്കുമ്പോൾ സുരക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്ന് ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ. വീടുകളിലെ എർത്തിംഗ് സംവിധാനം കാര്യക്ഷമമാണെന്ന് ഉറപ്പാക്കണം. നക്ഷത്ര ദീപാലങ്കാരങ്ങളുടെ വയറുകൾ കുട്ടികളുടെ കൈയെത്താത്ത ദൂരത്ത് സ്ഥാപിക്കണമെന്നും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ നിർദ്ദേശിച്ചു. ശബരിമല ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം കവർന്ന കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി ഈ മാസം 30 വരെ നീട്ടി. ഇതേ കേസിൽ A. പത്മകുമാറിന്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ജാമ്യാപേക്ഷയും കൊല്ലം വിജിലൻസ് കോടതി വീണ്ടും 30-ാം തീയതി പരിഗണിക്കാൻ മാറ്റി. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത് ഭാരത് റോസ്ഗാർ ആജീവിക മിഷൻ ബിൽ ലോക്സഭ പാസാക്കി. ആണവോർജ്ജ വിനിയോഗ ബില്ലിന്മേൽ രാജ്യസഭയിൽ ചർച്ച. കേരളത്തിൽ ദേശീയപാത നിർമ്മാണത്തിലെ അപകടങ്ങൾ ഒഴിവാക്കാൻ പില്ലറുകളിൽ തീർത്ത കോൺക്രീറ്റ് ഉയരപാതകൾ നിർമ്മിക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി.
തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ സമയപരിധി നീട്ടണമെന്ന കേരളത്തിന്റെ ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീംകോടതി നിർദ്ദേശം. സംസ്ഥാനത്ത് SIR എന്യൂമറേഷൻ ഫോമുകളുടെ ഡിജിറ്റൈസേഷൻ 100% പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് നാളെ സമാപനം. ഓഡിയൻസ് പോൾ നാളെ ഉച്ചവരെ. അണ്ടർ-19 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ആദ്യ സെമിയിൽ നാളെ ഇന്ത്യ ശ്രീലങ്ക പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.